ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൽ നമ്മൾ ഒരു പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ നമ്മൾക്ക് ഡിലേറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മളുടെ എല്ലാവരുടെയും ഫോണിൽ ഫേസ്ബുക്കിന് ഒരുപാട് അക്കൗണ്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഒരുപാട് പേജസും ഉണ്ടാവും. അതിൽ ആവശ്യമില്ലാത്ത ഒരുപാട് പേജും ഉണ്ടാവും, ആവശ്യമില്ലാത്ത പ്രൊഫൈലും ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡിലേറ്റ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം അത് ആവശ്യമില്ലാത്തതൊക്കെ ഡിലേറ്റ് ചെയ്ത് ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് പേജ് ഇത്ര ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇത്ര പ്രൊഫൈൽ ചെയ്യാമെന്നൊരു ലിമിറ്റ് ഉണ്ട്. അപ്പം ആ ലിമിറ്റിനപ്പുറം നമ്മൾ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ചിലപ്പം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പേജസും അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പ്രൊഫൈലും നമുക്ക് ഡിലേറ്റ് ചെയ്യാൻ ആവുന്നതാണ്. അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പേജ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫൈലോ അല്ലെങ്കിൽ ഡിലേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുക. 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കാണുന്ന സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെറ്റിങ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് പോയി കഴിഞ്ഞാൽ അവിടേക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കും ആക്സസ് ആൻഡ് കൺട്രോൾ എന്ന് കാണാൻ സാധിക്കും. ആക്സസ് ആൻഡ് കൺട്രോൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇന്റർഫേസിലായിരിക്കും വരുന്നത്. ഡിയാക്ടിവേറ്റിംഗ് ഓർ ഡിലേറ്റിംഗ് യുവർ ഫേസ്ബുക്ക്. മുകളിലുള്ളത് നമുക്ക് ഡിയാക്ടിവേറ്റ് ചെയ്യാനുള്ളത്. ദിസ് ഈസ് ടെമ്പററി ആണ്, എപ്പോഴല്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇത് അതിൻ്റെ അടിഭാഗത്തുള്ളത് ഡിലേറ്റ് പേജ്. ദിസ് ഈസ് പെർമനന്റ്, എപ്പോഴത്തേക്ക് നമുക്ക് ഡിലേറ്റ് ചെയ്യാൻ ഇത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് ഡിലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരിങ്ങനെ ചോദിക്കും എന്തുകൊണ്ടാണ് ബിഫോർ യു ഡിലേറ്റ് വി മേ ബി ഏബിൾ ടു ഹെൽപ്പ്. എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന്, ഡിലേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നാണ് ഫേസ്ബുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ റീസൺ എന്താണ്, നമ്മൾ ഡിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റീസൺ എന്താണെന്ന് അത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ നമുക്ക് ക്ലിക്ക് ചെയ്താന്ന് നമ്മുടെ റീസൺ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ഇത് മുകളിൽ തന്നെ ഉണ്ട്, ഐ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ ഫേസ്ബുക്ക്. അതുപോലെ ഐ ഹാവ് എ പ്രൈവസി കൺസേൺ, ഐ ഡോണ്ട് ഫീൽ സേഫ് ഓൺ ഫേസ്ബുക്ക്, ദിസ് പേജ് വാസ് ഹാക്കഡ്, ഐ ഡോണ്ട് ഫൈൻഡ് ദിസ് പേജ് യൂസ്ഫുൾ. അങ്ങനെ പല റീസണും നമുക്ക് അവിടെ ധരിപ്പിക്കുക. അതിൽ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഐ ഹാവ് എ പ്രൈവസി കൺസേൺ. ഈ രണ്ടാമത്തത് അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെ പ്രൈവസി ഓൺ ഫേസ്ബുക്ക്, നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് ചെയ്തു വെക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ പഠിച്ചു വെക്കുക. ഗോ ടു ആക്ടിവിറ്റി ലോഗ്, ഗിവ് ഫീഡ്ബാക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ടിന്യൂ അടിക്കുക. താഴെയുള്ള ഈ കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും പെർമനൻ്റ്ലി ഡിലേറ്റ് ദിസ് പേജ്, അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസും കൂടി നമ്മൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് അതുപോലെയുള്ള ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ഇൻഫോ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സേവ് പോസ്റ്റ് ഇൻ യുവർ അർച്ചീവ്, അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചിട്ട് ചെയ്തു വെക്കുക. എന്നിട്ട് അതിന് ശേഷം നിങ്ങൾ എന്താക്കുക, കണ്ടിന്യൂ അടിക്കുക. താഴെയുള്ള കാര്യങ്ങളൊക്കെ ഇതിവിടെ കണ്ടിന്യൂ അടിക്കാം. കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പ്രൊഫൈലിലെ പാസ്വേഡ് ചോദിക്കും. ഏത് പ്രൊഫൈലിനാണ് നിങ്ങൾ പേജ് ക്രിയേറ്റ് ചെയ്തത് ആ പ്രൊഫൈലിൻ്റെ പാസ്വേഡ് ആയിരിക്കും ചോദിക്കൽ. ആ പാസ്വേഡ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് കഴിഞ്ഞാൽ, കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് അവിടുന്ന് ഡിലേറ്റ് ആവുന്നതായിരിക്കും. പേജ് ആയാലും പ്രൊഫൈലായാലും ഡിലേറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ പേജ് ആയാലും പ്രൊഫൈലായാലും ഡിലേറ്റ് ചെയ്തിട്ട് ഒഴിവാക്കുക. ഒരുപാട് പ്രൊഫൈലിൽ പേജും അതുപോലെ തന്നെ ഒരുപാട് പ്രൊഫൈലും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് വെച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് പേജോ അല്ലെങ്കിൽ പ്രൊഫൈലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോൾ അതിന് സാധിച്ചെന്ന് വരില്ല. ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തത് ഇതുപോലെ നിങ്ങൾക്ക് ഡിലേറ്റ് ചെയ്യാനാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.